ജനങ്ങളുടെ വാദഗതികൾ, ആളുകൾ പടച്ചുണ്ടാക്കിയ വാദങ്ങൾ, അതല്ല സ്വീകരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു അതാണ് സ്വീകരിക്കേണ്ടത്. നോക്കൂ, അഹ്ലുസുന്ന എന്നും ഏത് കാലത്തും തെളിവുകളുടെ ആളുകളാണ്. അള്ളാഹു പരലോകത്തും മനുഷ്യരോട് ചോദിക്കുക 2 ചോദ്യങ്ങളാണ്. മാദാ കുൻതും തഅബുദൂൻ, ഖുർആനിൽ വന്നതാണ് 2 ചോദ്യങ്ങൾ. മാദാ കുൻതും തഅബുദൂൻ, എന്തിനായിരുന്നു നിങ്ങൾ ആരാധിച്ചിരുന്നത്, ആരാണ് ആരാധിച്ചിരുന്നത്? പിന്നെയോ മാദാ അജബ്തുമുൽ മുർസലീൻ, അള്ളാഹുവിൻ്റെ റസൂലുകൾക്ക് നിങ്ങൾ എന്തു മറുപടിയാണ് നൽകിയത്, അവരോട് ദഅവത്തിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു? ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ അനുസരിച്ചാൽ, ശൈഖുൽ ഇസ്ലാം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിനെ നീ അനുസരിച്ചാൽ മറ്റൊരാളെ ധിക്കരിച്ചതിൻ്റെ പേരിലും അള്ളാഹു നിന്നെ ശിക്ഷിക്കാൻ പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നീ പിൻപറ്റേണ്ടത്, അനുസരിക്കേണ്ടത്. നമ്മുടെ തെളിവുകൾ ഖുർആനും സുന്നത്തുമാണ്. ഖുർആനും സുന്നത്തുമാണ്. മനസ്സിലായില്ല? അത് നമ്മൾ ഈ ഉമ്മത്തിലെ സലഫുകൾ അവരെങ്ങനെ ഉൾക്കൊണ്ടുവോ അതനുസരിച്ച് ഉൾക്കൊള്ളുക. മനസ്സിലായില്ലേ? നമ്മുടെ സ്വഭാവമാണ്, നമ്മുടെ രീതിയാണ്. തെളിവ് എവിടെ എന്ന് ചോദിക്കാതെ ഖുർആനും സുന്നത്തും അതിൻ്റെ പിൻബലം എവിടെ? ഏത് വിശ്വാസത്തിനും ഏത് കാര്യത്തിനും ഖുർആനിൻ്റെ സുന്നത്തിൻ്റെ പിൻബലം ഉണ്ടായിരിക്കണം.